ഹായ് കുട്ടീസ്. അപ്പം നമ്മളിതാണ്ട് രാവിലെ ഒരു നീണ്ട യാത്രയ്ക്ക് പോവുകയാണ്. എവിടെയാണെന്നല്ലേ, വേറെ എങ്ങുമല്ല, നാത്തൂൻ്റെ മോടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കടയ്ക്കൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തീരെ ആൾ കുറവായതുകൊണ്ട് ഒരു കാറിൽ എത്ര പേര് കയറാമോ അത്രയും പേര് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് അളിയനാണ് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത്. അപ്പോൾ ചേച്ചിയും പൂജിതയും കൂടെ ഫ്രണ്ടിലിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ബാക്കിലാണ് കേസ് ഇരുന്നത്. എങ്ങനെ കടയ്ക്കലെത്തിയത് ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോൾ എനിവേ എന്തായിരുന്നുണ്ടെങ്കിൽ നമ്മൾ കടയ്ക്കലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ദാണ്ടയുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ ഒന്ന് എടുത്ത് കൊഞ്ചിച്ച് അപ്പോഴത്തേക്കിന് ആൾ കരഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദണ്ട കട്ടിലിരുത്തി ഒരു റിമോട്ടൊക്കെ എടുത്ത് കൈ കൊടുത്തപ്പോഴത്തേന് ആൾ ഓക്കെ ആയി. അപ്പോൾ പുള്ളിക്കാരി ആരുടെ കയ്യിൽ അങ്ങനെയൊന്നും വരുത്തില്ല. എന്നിട്ടാണ്ട് എല്ലാവരും നോക്കി അങ്ങ് ചിരിയാണ് ഗൈസ്. എപ്പോൾ നോക്കിയാലും ചിരിയാണ്. അങ്ങനെ ചിരിച്ച് കുഴഞ്ഞൊക്കെ ഇരിക്കുകയാണ് ആൾ. അപ്പോൾ എന്താണ് ഇത്രയും പേര് എൻ്റെ വീട്ടിലെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും കുട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനായിട്ട് കുറേ നേരമൊക്കെ നോക്കിയിരുന്ന് സംസാരിക്കുക. അവളുടെ ഭാഷയിൽ അവൾ എന്തൊക്കെയോ ഏട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഏതാണ്ട് ഒരുക്കുകയാണ്. അപ്പം കുഞ്ഞിന് ഫോട്ടോ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുകളിലൊരു ഉച്ചക്കെട്ടിയൊക്കെ കിട്ടി അങ്ങനെ സുന്ദരി മണിയാക്കി ഇതാണ്ട് കൊണ്ടിരുത്തി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവിടെയും ചെന്നിരുന്ന ആൾ ചിരിക്കുകയാണ്. എന്തായാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിരിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ആളുടെ തൊപ്പിയും കണ്ണടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ അവൾ അതെല്ലാം വലിച്ചൂരി കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, തലയിൽ എന്ത് വെച്ചാൽ അവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. അവർക്ക് അതിൻ്റെ മധുരം കിട്ടാൻ അപ്പോൾ അതിനുശേഷം നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കണ്ട് എല്ലാവരുമായിട്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് മുകളിലോട്ട് ചെന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് അവളുടെ വീടിൻ്റെ ബാക്ക് വശത്ത് കുറേ പാറയൊക്കെ ഉണ്ട്, അത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് വലിഞ്ഞു കയറുകയാണ്. അപ്പോൾ താഴെയാണ് വീട്. അപ്പോൾ അവിടുന്ന് നല്ല ഒരു കയറ്റമുണ്ട്. അപ്പോൾ റബ്ബറും പൈനാപ്പിളും ഒക്കെയാണ് കൃഷിയുണ്ട്. അപ്പോൾ ആ റബ്ബറിലൊക്കെ പിടിച്ച് വലിഞ്ഞു തൂങ്ങി എങ്ങനെയൊക്കെയോ പാറയുടെ മുകളിൽ ഞങ്ങൾ 3 പേരെത്തി. അപ്പോൾ ഈ നടക്കാൻ തുടങ്ങിയത് ആരും തന്നെ മുകളിലോട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ 3 പേരെ മുകളിലെത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നടന്ന് കുഴഞ്ഞ് ഇനി കയറുന്നില്ല എന്നും പറഞ്ഞ് താഴെ എവിടെയൊക്കെയോ കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞ് വലിഞ്ഞു കയറി ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് അതിനകത്ത് ഇരിക്കാനും ഒക്കെ നല്ല കമ്പും കോലും ഒക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതെല്ലാം കണ്ട് എന്നിട്ട് അവിടെ നിന്ന് കുറേ ഷോ ഒക്കെ കാണിച്ചു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമുക്കൊപ്പം ആണെങ്കിൽ അളിയനും കൂടെ പിന്നെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ 3 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ മക്കളുമായിട്ട് അവിടെ നിന്നൊന്ന് കറങ്ങി. അപ്പോൾ വലിയൊരു പാറയാണ് കേട്ടോ. അപ്പോൾ ആ പാറയുടെ മുകളിലാണത്. അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അളിയനും കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് താഴെ നിൽക്കുന്നവർ നോക്കി നിന്ന് കാറ്റൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ കയറി വന്നതുപോലെ തന്നെ പ്രയാസമാണ് ഇറങ്ങാൻ. അങ്ങനെ വല്ല വിധേന ഇങ്ങനെയൊക്കെ താങ്ങി തൂങ്ങി ഇറങ്ങുകയാണ്.
അങ്ങനെ മലയെല്ലാം കയറി വന്നിട്ട് നമ്മൾ ക്ഷീണിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 3-3:30 കൂടി നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാണ്ട് എല്ലാവരും വീണ്ടും കയറുകയാണ്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കയറിയപ്പോഴത്തേക്കിന് കണ്ണൻ എവിടുന്നോ കൊണ്ട് ഓടി വരുന്നത് റബ്ബറിൻ്റെ ഭംഗി കാണാൻ പോയി നിന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാം വണ്ടി കയറുന്ന കണ്ടപ്പോൾ തന്നെ ആൾ ഓടിപ്പടിച്ച് വരികയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അടുത്ത വീഡിയോ കാണാവേ. ടാറ്റ.